ഹലോ ഗായ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് ഈ തെർമൽ ക്യാമറ യൂസ് ചെയ്തിട്ട് മദർ ബോർഡിൻ്റെ ഡാമേജ്, അതായത് ഷോർട്ട് അല്ലെങ്കിൽ ലീക്കേജ്, ഇതെങ്ങനെ ഫൈൻഡ് ചെയ്യാന്നുള്ള സിമ്പിളായിട്ട് നോക്കാം. നമുക്ക് ലീക്കേജ് ഒക്കെ ഫൈൻഡ് ചെയ്യണമെങ്കിൽ തെർമൽ ക്യാമറ നമുക്ക് എങ്ങനെയായാലും അത്യാവശ്യമാണ്. സോ ഇതൊരു ഐഫോൺ 50 പ്രോൻ്റെ മദർ ബോർഡാണ്. സോ അതായത് ടോട്ടൽ ഫ്രഷ് മദർ ബോർഡാണ്. സോ ഇതിൻ്റെ ഫോണും കാര്യങ്ങളൊക്കെ ഇത് അവിടെ അയച്ചു വെച്ചിട്ടുണ്ട്. സോ ഇതെന്താണ്, ഓൾറെഡി റിപ്പയറോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. കസ്റ്റമർ യൂസ് ചെയ്യുന്ന സമയത്ത് സഡൻലി ഡെഡ് ആയതാണ്. സോ നമ്മൾ മദർ ബോർഡ് അയച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൽ ലീക്കേജ് കാണിക്കുന്നുണ്ട്. മദർ ബോർഡ് എന്നാലോ ടോട്ടലായിട്ട് ബൂട്ട് ആകുന്നുമുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് മദർ ബോർഡ് എങ്ങനെ സിമ്പിളായിട്ട് പ്രോബ്ലം ഫൈൻഡ് ചെയ്യാന്നുള്ളത് നോക്കാം. അതിന് മെയിനായിട്ട് വേണ്ട നമുക്ക് തെർമൽ ക്യാമറയാണ്. സോ ഞാനിവിടെ യൂസ് ചെയ്യുന്ന TBK എന്നുള്ള ബ്രാൻഡിൻ്റെ തെർമൽ ക്യാമറയാണ്. പല ബ്രാൻഡിലും തെർമൽ ക്യാമറ നമുക്കിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സോ അതിലേതെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്താൽ നമ്മുടെ വർക്ക് എത്രയും സിമ്പിൾ ആവുകയും ചെയ്യും. അതുപോലെ എന്താണ്, ഫാസ്റ്റായിട്ട് നമുക്ക് കസ്റ്റമർക്ക് ഔട്ട്പുട്ട് കൊടുക്കാനും പറ്റും. അപ്പോൾ ഈ ഒരു കണ്ടീഷനൊക്കെ നമുക്ക് മനസ്സിലാവും. ഇവിടെ ഈ ഹീറ്റ് ആകുന്നത് ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ ആണ്. സോ അത് ഡാമേജ് അല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഡയറക്റ്റ് ബൂട്ട് കേബിൾ വെച്ചിട്ട് DC കണക്ട് ചെയ്തിട്ടുണ്ട്. നോർമലി വോൾട്ടേജ് പോലെ 4.2 വോൾട്ടേജ് കൊടുത്തേക്കുന്നത്. സോ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് ഈ ഒരു TBKൻ്റെ തന്നെ DC പവർ സപ്ലൈ ആണ്. ഇത് മൾട്ടി യൂസ് ആണ്. അതായത് ഇവിടെ ഡയറക്റ്റ് നിങ്ങൾക്ക് 4 USB പോർട്ട് കാണാൻ പറ്റും. ഇതിൽ 2 നമുക്ക് DC ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതേപോലെ ഈ ഒരു അതേപോലെ ഇവിടെ USB, ഈ PD ആണ്. സോ ഇതിൻ്റെ ചാർജിങ് ആംപിയർ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ ഈ USB പോർട്ടിൻ്റെ ചാർജിങ് ആംപിയർ നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. സോ നമുക്ക് ചാർജിങ് ആംപിയർ ചെക്ക് ചെയ്യുന്ന ഡിവൈസായിട്ട് നമുക്ക് ഈ DC യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ അനലോഗ് DC ആണ്, ഡിജിറ്റൽ DC ആണ്. സോ ഇത് മൾട്ടി പർപ്പസ് ആണ്. സോ അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഈ ഒരു 50 Pro ഞാനിവിടെ മദർ ബോർഡ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇതിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും, നോർമലി ഇവിടെ ഹീറ്റിങ്ങോ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. സോ മദർ ബോർഡ് വോൾട്ടേജ് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. നോർമൽ നമ്മുടെ ബൂട്ടിംഗ് ആംപിയർ കൊടുക്കാൻ പോവാണ് ഇതിലേക്ക്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും DC നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് വിത്തൗട്ട് ട്രിഗറിങ്ങിൽ തന്നെ ഇവിടെ ആംപിയർ എടുക്കുന്നുണ്ട്. അനലോഗ്, അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഏകദേശം 340 റീഡിങ് നമുക്കിവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്കിത് മദർ ബോർഡ് ഷോർട്ട് ആണെന്ന് നമുക്ക് ഏകദേശം അത് കൺഫേം ആണ്. അപ്പോൾ എന്ത് ചെയ്യാം, ഈ ലീക്കേജ്, അതായത് ഈ ഷോർട്ട് എവിടെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ തെർമൽ ക്യാമറ യൂസ് ചെയ്ത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തെർമൽ ക്യാമറ യൂസ് ചെയ്യേണ്ട, അത് ബെറ്റർ അല്ല, നല്ല എക്സ്പെൻസീവ് ആണ്, അതിനായിട്ടുള്ള ഉപകാരങ്ങളില്ല എന്നുള്ള പറയുന്ന ആൾക്കാർക്കുള്ള വീഡിയോ ആണ് ഇത്. തെർമൽ ക്യാമറ യൂസ് ചെയ്ത് ഈ ഒരു സിമ്പിൾ മെത്തേഡ്, കാരണം നമ്മൾ ഓക്കെ അപ്പോൾ ഇനി എന്താണ് ഇവിടെ ഇത് കാണിച്ചിടാം. DC ബൂട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, DC ഓൺ ചെയ്തു. നിങ്ങൾ സൗണ്ട് കേട്ടിട്ടുണ്ടാവും. DC ഓൺ ചെയ്ത സമയത്തിന് അവിടെ അത് ഹീറ്റിംഗ് വരുന്നുണ്ട്. സോ ഈ ഒരു പോർഷനിൽ ഹീറ്റിംഗ് ആവുന്നുണ്ട്. നിങ്ങൾക്ക് ഡിറ്റക്ട് കണ്ടാൽ മനസ്സിലാകും. അതായത് ഈ ഒരു പോർഷൻ, ഇതാണ് ഇതിൻ്റെ ചാർജിങ് IC വരുന്നത്. അതായത് ജസ്റ്റ് കറക്റ്റ് കാണിച്ചിട്ടാണെങ്കിൽ ബോർഡിൽ കാണിക്കാം. അതായത് ഇതാ ഈ പോർഷൻ, അതായത് ഇതാണ് ആ സ്പേസ് വരുന്നത് ചാർജിങ് IC. അതേപോലെ കാരണം കറക്റ്റ് അത് ഹീറ്റ് ആകുന്നുണ്ട് അവിടെ. നിങ്ങൾ ഇവിടെ ഇത് ഇവിടെ ഉണ്ടല്ലോ, ഇത് കണ്ടാൽ മനസ്സിലാവും. സോ ഈ ഒരു പോർഷനിലാണ് നമുക്ക് ആ ഹീറ്റിംഗ് അവിടെ കറക്റ്റ് വരുന്നത്. സോ ഈ ചാർജിങ് IC എല്ലാം നമുക്ക് അവിടെ ഹീറ്റ് ആകുന്നത് ഇതിൻ്റെ അകത്ത് വരുന്ന മെയിൻ ചാർജിങ് IC ആണ്. അതായത് ഇവിടെ കണ്ടാൽ മനസ്സിലാവും, ഈ ഒരു ചാർജിങ് IC നമുക്കിതിൽ കംപ്ലൈൻ്റ് ഉള്ളത്. സോ നമുക്ക് എന്തായി, ഇവിടെ നമ്മുടെ പ്രോബ്ലം എന്താണെന്നുള്ളത് നമുക്ക് ഫൈൻഡ് ആയി. ഏകദേശം ഒരു 2 മിനിറ്റ് പോലും എടുത്തിട്ടില്ല നമ്മൾ ഈ പ്രോബ്ലം ഫൈൻഡ് ചെയ്യാനെന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഇപ്പോൾ നമുക്ക് എന്താണ് കംപ്ലൈൻറ്റ് എന്നുള്ളത് നമുക്ക് ഫൈൻഡ് ആയി. സോ ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഈ മദർ ബോർഡ് സെപ്പറേറ്റ് ആക്കാണ്ട് തന്നെ നമുക്ക് കസ്റ്റമറോട് റേറ്റ് പറയാനും നമുക്ക് ഏകദേശം സർവീസ് ചെയ്യാൻ വേണ്ടി എത്ര ടൈം എടുക്കുന്നുള്ള കാര്യങ്ങൾ ടോട്ടൽ നമുക്ക് കസ്റ്റമർക്ക് കൺഫേം ചെയ്യാൻ പറ്റും. നിങ്ങളിപ്പോൾ തെർമൽ ക്യാമറ ഇല്ല എന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത് മദർ ബോർഡ് ആദ്യം എവിടെയെങ്കിലും കൈ വെച്ച് നോക്കണം, ഹീറ്റ് ആകുന്നുണ്ടോ കാര്യങ്ങൾ എന്നുള്ളത്. സോ അതിൽ ഈ ഹീറ്റിംഗ് കാണിക്കുന്നില്ല എന്നാണെങ്കിൽ നമ്മൾ മദർ ബോർഡ് സെപ്പറേറ്റ് ചെയ്യണം. മദർ ബോർഡ് സെപ്പറേറ്റ് ചെയ്തിട്ട് അതിനുശേഷം വേണം നമ്മൾ കസ്റ്റമർക്ക് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇന്ന കംപ്ലൈൻ്റ് ആണ്, ഇത്ര റേറ്റ് വരും, ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഇത്ര ടൈം എടുക്കുന്നുണ്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയാനും. അപ്പോൾ അതിനുശേഷം കസ്റ്റമർ അപ്രോച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് റിപ്പയർ ചെയ്യാനും പറ്റുള്ളൂ. സോ ഈ ഒരു തെർമൽ ക്യാമറ യൂസ് ചെയ്തപ്പോൾ ഞാൻ ഈ ഒരു ചെയ്ത മെത്തേഡിൽ ഞാൻ ഈ മദർ ബോർഡ് ഓപ്പൺ ആക്കിയിട്ട് പോലുമില്ല. ജസ്റ്റ് ഫോണിൽ നിന്ന് നമ്മൾ മദർ ബോർഡ് റിമൂവ് ചെയ്തു, പുറത്ത് വെച്ചു, പ്രോബ്ലം തെർമൽ ക്യാമറ വെച്ച് ചെക്ക് ചെയ്തു. മദർ ബോർഡ് സെപ്പറേറ്റ് ചെയ്യാണ്ട് തന്നെ എനിക്കിതിൻ്റെ പ്രോബ്ലം ഫൈൻഡ് ആയി. അത് ചാർജിങ് IC കംപ്ലൈൻ്റ് ആണ്. ചാർജിങ് IC മാറ്റിയാൽ മതി. അതായത് കസ്റ്റമർ നമുക്ക് ഈ ഒരു ചെറിയൊരു ടൈം പീരീഡിൽ തന്നെ നമുക്ക് കസ്റ്റമർക്ക് അതിൻ്റെ റേറ്റ് കോട്ട് ചെയ്യാനും എത്ര ടൈം എടുക്കും, അതായത് എത്ര റേറ്റ് വരും, എത്ര ടൈം എടുക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കംപ്ലൈൻറ്റ് എന്നുള്ള ആക്ച്വൽ കംപ്ലൈൻറ്റ് വരെ നമുക്ക് കസ്റ്റമർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ തെർമൽ ക്യാമറ യൂസ് ചെയ്യുന്നത് നമുക്ക് എങ്ങനെയായാലും നല്ല സിമ്പിൾ മെത്തേഡാണ്. അതായത് അധികം റേറ്റോ കാര്യങ്ങളൊന്നും, തെർമൽ ക്യാമറ പല ബ്രാൻഡുണ്ട്, റേറ്റ് കൂടിയ ബ്രാൻഡുണ്ട്, റേറ്റ് കുറഞ്ഞ ബ്രാൻഡുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന ഏകദേശം ഈ ഒരു ബ്രാൻഡിൻ്റെ റേറ്റ് ഞാൻ മറന്നുപോയി, അതുകൊണ്ടാണ് ഇതിലിപ്പോൾ ഇൻക്ലൂഡ് ചെയ്യാത്തത്. അപ്പോൾ ഈ
തെർമൽ ക്യാമറ യൂസ് ചെയ്തിട്ട് മാക്സിമം വർക്ക് ചെയ്യാൻ നോക്കുക. ആ ഒരു രീതിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വർക്കും അതേപോലെ ടൈമും നമുക്ക് ഫാസ്റ്റ് ആക്കാൻ പറ്റും. കസ്റ്റമർക്ക് പെട്ടെന്ന് നമുക്ക് ഔട്ട്പുട്ട് കൊടുക്കാനും പറ്റും. ആ കസ്റ്റമർ നമ്മുടെ പെട്ടെന്ന് ഫാസ്റ്റ് വർക്കും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ആ കസ്റ്റമർ സപ്പോർട്ടിൽ നമുക്ക് വേറെ കസ്റ്റമേഴ്സ് വരാനും ചാൻസ് കൂടുതലാണ്. സോ തെർമൽ ക്യാമറ വാങ്ങി തരാത്ത ഓണേഴ്സിനെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുക, തെർമൽ ക്യാമറ വാങ്ങിപ്പിക്കുക, തെർമൽ ക്യാമറ യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ ചാർജിങ് ഐ സി മാറ്റിയിട്ട് കസ്റ്റമർക്ക് ഔട്ട്പുട്ട് കൊടുക്കട്ടെ. സോ നിങ്ങളെന്താണ് അതേപോലെ നമ്മൾ ഇതേപോലെ വീഡിയോസ്, അതായത് ഷോർട്ട് ഫൈൻഡിങ്, ലീക്കേജ് ഫൈൻഡിങ്, അതേപോലെ ഫേസ് ഐ ഡി റിപ്പയർ, ബാറ്ററി ഹെൽത്ത് റിപ്പയർ, ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിട്ട് ഫേസ്ബുക്കിലും ഉണ്ട്, യൂട്യൂബിലും ഉണ്ട്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എന്തായാലും യൂട്യൂബിലായിരിക്കും, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഈ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യില്ല. അപ്പോൾ യൂട്യൂബിൽ ഈ വീഡിയോ കാണുമ്പോൾ എന്ത് ചെയ്യുക, അത് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ താഴെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും, അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ. സോ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ ചാൻസ് ഉണ്ട്. ഷോർട്ട് ഫൈൻഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഒരുപാട് ആൾക്കാർ റെക്കമെൻഡും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ള വീഡിയോസാണ് ഈ ഷോർട്ട് ഫൈൻഡിങ്, ലീക്കേജ് ഫൈൻഡിങ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക, അതായത് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം. വോയിസ് ക്ലിയർ ആണോ, അതേപോലെ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, അതേപോലെ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് അതായത് ഓരോരോ നെഗറ്റീവ്സും നമുക്ക് തീർത്തിട്ട് ടോട്ടൽ പോസിറ്റീവ് എന്ന രീതിയിൽ തന്നെ നമുക്ക് പോകാൻ പറ്റും. അപ്പം എല്ലാവരോടും ഗുഡ് ബൈ.